എൻ്റെ വീട്ടിലെ കുറേ സാധനങ്ങൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാണ് എൻ്റെ മോളെ, നോക്കട്ടെ നോക്കട്ടെ. ഇത് ഇതാണോ, ഇതൊരു അൽഫോൺസ മാങ്ങ എന്ന് പറയേ. ഇതാണ് അതിൻ്റെ തൈ. ഇത് കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ മഴയായപ്പോൾ പോയതാണ്. പോയി കുറേ കേടായി പോയി, പിന്നെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ചീത്തയായിപ്പോയി ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കാച്ചിൽ, അത് ഞങ്ങൾ നടാൻ വേണ്ടി കൂട്ടിയിട്ടതാണേ. പക്ഷെ അത് കുറേ നട്ടു, പിന്നെ ഉള്ളതൊക്കെ അവിടെ കിളുത്ത് വന്നതാണേ. ഇതാണ് നമ്മൾ കുറേ, ഇതാണ് തെങ്ങ് നമ്മൾ കുറേ വെച്ച് കുറേ പോയിട്ടോ. ലാസ്റ്റ് കുറച്ച് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വലിപ്പം ആകുമ്പോഴാണ് ഈ തെങ്ങ് പോകുന്നത് കേട്ടോ. ഭയങ്കര കഷ്ടമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് നോക്കും, പക്ഷേ ഫലമില്ല. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ പേരെന്തായിരുന്നു നാരങ്ങൻ്റെ? ഒടിച്ചു കുത്തി നാരങ്ങ എന്നാണ് കേട്ടോ ഇവിടെ പറയാം. ഇത് വയനാട് ജില്ലയിലാണ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ പറയുന്നത് ഒടിച്ചു കുത്തി നാരങ്ങയാണ്. ഇതുണ്ടോ, അത് വീണതാണ്, ഇത് പഴുത്ത് വീണിട്ടുണ്ട്. ഇതാണ് നമ്മൾ അച്ചാറിടുന്നത്. അടിപൊളിയാട്ടോ, സൂപ്പറാണേ. അത് തന്നെയല്ല ഇത് അച്ചാറിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിച്ച് വെക്കും. അത് ഉപ്പിട്ട് സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് നമ്മൾ വർഷക്കാലം നമ്മുടെ ആവശ്യത്തിനെടുത്ത് അച്ചാറിടാം. അങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതുണ്ടോ, പിന്നെ ഇതാ ഫ്രാഷൻ ഫ്രൂട്ട് കേട്ടോ, കുറേ ഉണ്ടേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പക്ഷെ മഴക്കാലം ആയതുകൊണ്ട് കുറേ ചീഞ്ഞു പോകും, കുറേ കിട്ടും. ഇത് വയലറ്റ് കളറാട്ടോ. ഇതുണ്ട്, നമ്മൾ മനസ്സിലാകുന്നുണ്ടോ? ഇത് വയലറ്റ് കളറാണേ. കുറേ മേലെയൊക്കെ ഉണ്ട് ഇതിൻ്റെ. ഇത് പുളിമരമാണ്. പുളിമരം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വർഷക്കാലത്ത് ഇത് അതിൻ്റെ ഇങ്ങനെ കയറിപ്പോകുന്ന ആ ഭാഗം മൊത്തം ഒടിഞ്ഞു വീണ്, പിന്നെ അത് ഉണ്ടാവുന്നത് കുറവാണ്. അതേ പിന്നെ പുളിമരം ഒടിഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കും, ചീത്തയായി പോകുമെന്ന് പറയുന്നത് കേൾക്കാം. പക്ഷെ ഞങ്ങളത് വെട്ടിക്കളഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അവിടെ 1-2 ആയിട്ട് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഇതുണ്ടോ, പിന്നെ ഇതാണ് കേട്ടോ ചെറുനാരങ്ങ. ഇതുണ്ടോ, ഇത് മഴക്കാലം ആയതുകൊണ്ടാണ് ഇത്രയും ചെറുതെന്ന് തോന്നുന്നു. ഇതിനേക്കാളും വലിപ്പം വെക്കും, കുറച്ചും കൂടെ വലിപ്പം വെക്കും. നല്ല നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കടയിൽ നിന്ന് ഒരുപാട് വാങ്ങിക്കലില്ല, അതാണ് സത്യം. കാരണം വർഷമെല്ലാം ചൂടുകാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു വെള്ളം കുടിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നട്ടു വളർത്തി എവിടേക്കും പോകേണ്ടതുണ്ടോ, നിറയെ ഉണ്ട്. ഇത് ഒരു തവണ ഉണങ്ങിപ്പോയതാണ്. ഇതുണ്ടോ, ഇവിടുന്ന് ഉണങ്ങിപ്പോയതാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ട് ചാണകവും കോഴികളൊക്കെ ഇട്ട് വളർത്തിയെടുത്തതാണ്. പിന്നെ അത് തന്നെ ഈ റോഡിൽ കൂടെ പോകുന്നവരൊക്കെ പറിച്ചുകൊണ്ട് പോകും കേട്ടോ. അതൊക്കെ സാരമില്ല. ഇതുണ്ടോ, അടുത്തത് ഈ സപ്പോട്ടയാട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും. എന്നും ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും പൂവിടും. ഇത് തന്നെ അങ്ങനെ റെസ്റ്റ് ചെയ്യാറില്ല. അടിപൊളിയാട്ടോ. ഇതുപോലെ ഇവിടെ ഒന്നാമത് വയനാട് ആയതുകൊണ്ട് എല്ലാവരും പറയും എല്ലാ സാധനവും അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കും കേട്ടോ, എന്ത് സാധനം എവിടെയാണെങ്കിലും. പിന്നൊരു സൂത്രം കാണിച്ചാൽ ഇതുണ്ടോ, ഇത് ഒടിഞ്ഞു പോയിട്ടോ, മരം ഒടിഞ്ഞു പോയി കാറ്റത്തെ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പഴമില്ലേ, അതിന് വലിയ രുചിയൊന്നുമില്ല. ഞാൻ കഴിച്ചു നോക്കിയിട്ട് വലിയ രുചിയായിട്ടൊന്നുമില്ല, ഒരു ചക്ക പോലത്തെ. ഇത് കുറേ ഉണ്ടാവുമായിരുന്നു, പക്ഷെ ഒടിഞ്ഞേ പിന്നെ കുറവാണ്. ഇതാണ് സംഭവം കേട്ടോ. പിന്നെ ഒരു സംഭവമാണ്, ഇതാണ് അവ്വാക്കടയില്ലേ, വെണ്ണപ്പഴം എന്ന് നമ്മളിവിടെ പറയും കേട്ടോ. അതാണേ. ഇത് ചെറിയ മരമാണ്, പക്ഷേ ഇതാണോ മേലെ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഒരെണ്ണം. അത് വലിയതാണ്. നമുക്ക് അവിടെ നിന്ന് കായൊക്കെ കിട്ടുന്നുണ്ട്, ഇപ്പം പഴുത്ത് വീഴുന്നുണ്ട്. പക്ഷേ ഇതുപോലെ പറഞ്ഞ പോലെ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കേടായിട്ടും ഒക്കെ കിട്ടുന്നത് കേട്ടോ. അടുത്തത് ഇതാണ് കേട്ടോ, സ്പെഷ്യലാണ് ഇവിടുത്തെ. ഇതാണ് മരവെണ്ട. വലിയ മരമാവും, ഓൾമോസ്റ്റ് ഒരു 6 അടി 7 അടിയൊക്കെ പൊക്കം വരും. ഭയങ്കരമായിട്ട് കായുണ്ടാവും കേട്ടോ. ഞാനിതൊരു തവണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇതാണ് സംഭവം. ഇത് ചീത്തയായിപ്പോയി മരം. ഇത്ര വലിയ കട്ടിയൊക്കെ വരും മരത്തിന് കേട്ടോ. ഇതാണേ. പിന്നെ സൂത്രം കാണിച്ചാൽ കേട്ടോ, ഇതേണ്ട വെള്ളക്കാന്താരി. നമ്മളിവിടെ വെള്ളക്കാന്താരി എന്ന് പറയും കേട്ടോ. കുറേ ഉണ്ടാവുമേ. ഇതുപോലെ നമ്മൾ കറിക്കാണെങ്കിൽ എല്ലാം യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ഇതാണ്, കുറേ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ഒരു തൈയൊക്കെ മതിയെന്നേ. ഒറ്റ തൈയാണ് ഇത് കണ്ട, ഒറ്റ തൈയാണ്. ഒരു തൈയിൽ നിന്നാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത്.